ഭാരതത്തിനെതിരെ കടൽമാർഗം ഭീകരാക്രമണത്തിന് ലക്ഷ്യമിട്ട് ഭീകരസംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ ഭാരതത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യമിട്ട് വാട്ടർ ഫോഴ്സ് രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 135 കൊടും ഭീകരരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഇവർ ഒന്നുകൊണ്ടും പിന്മാറുന്ന ലക്ഷണമില്ല. ഇനിയും ഭാരതത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്തേ മതിയാകൂ. എന്തായാലും ഭാരതത്തിനെതിരെ ഇവരുടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് ആ ദൃശ്യങ്ങളുള്ളത്? രാഖി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലിപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുക ലക്ഷ്യമിട്ട് പാകിസ്ഥാനിലെ കൊടും ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബ ഒരു വാട്ടർ ഫോഴ്സ് രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കടൽ മാർഗമുള്ള ഭീകരാക്രമണമാണ് അവർ ലക്ഷ്യമിടുന്നത്. നേരത്തെ മുംബൈ ആക്രമണം നടത്തിയതിന് തുല്യമായ രീതിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള നീക്കം നടത്തുന്നത്. ലഷ്കർ-ഇ-തോയ്ബ നേതാവ് ഹാരിസ് ദറിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സ്കൂബ ഡൈവിംഗ്, പ്രൊഫഷണൽ നീന്തൽ, ഹൈസ്പീഡ് ബോട്ട് കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ, സോഷ്യൽ മീഡിയ ഓപ്പറേഷനുകൾ എന്നിവ ഈ പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. 135 കൊടും ഭീകരരെ ഇതിനായി പാക് ആസ്ഥാനമായ കൊടും ഭീകരരെ ലഷ്കർ-ഇ-തോയ്ബ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വിവരം പുറത്തു വരുന്നു. അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീരം ലക്ഷ്യമിട്ടുള്ള ആക്രമണം, അത് മുംബൈ ആകട്ടെ ഗുജറാത്ത് ആകട്ടെ, അങ്ങനെ പടിഞ്ഞാറൻ തീരം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനാണ് നിലവിൽ പാക് ഭീകര സംഘടന തയ്യാറെടുക്കുന്നത്. ശരി ശ്രീകാന്ത്, എന്തായാലും ഭാരതത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വാട്ടർ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുകയാണ് ലഷ്കർ-ഇ-തോയ്ബ. ഇതിനായി 135 കൊടും ഭീകരരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്.